Structure of atom part 3. നെക്സ്റ്റ് പാർട്ട് ഇത് CBSE കുട്ടികൾക്ക് ചെറിയൊരു കൺഫ്യൂഷനുള്ള ഒരു സെക്ഷനാണ്. കാരണം അവർ ആദ്യമായിട്ട് പഠിക്കുന്നൊരു പാർട്ടാണ്. ബാക്കി 10th സ്റ്റേറ്റ് പഠിച്ച കുട്ടികൾക്ക് ഇത് എളുപ്പം. രണ്ട് ടേം, വാട്ട് ഈസ് ഓർബിറ്റ്, ദെൻ വാട്ട് ഈസ് ഓർബിറ്റൽ. ഓർബിറ്റ് മീൻസ് ഫിക്സഡ് പാത്ത് ഓഫ് എൻ ഇലക്ട്രോൺ എറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ഓർബിറ്റ്. നമുക്കറിയാം ഷെല്ല്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി വാട്ട് ഈസ് ഓർബിറ്റൽ മീൻസ് ഈ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണ് കണ്ടുമുട്ടാൻ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള ഒരു റീജിയൻ ഉണ്ടാവും. ആ റീജിയൻ്റെ പേരാണ് ഓർബിറ്റൽ. വാട്ട് ഈസ് ഓർബിറ്റൽ? സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ ദർ ഈസ് എ മാക്സിമം പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ. നമുക്കിവിടെ പഠിക്കേണ്ടത് 4 ഓർബിറ്റൽ പഠിക്കാനുണ്ട്. ഫോർ ടൈപ്സ് ഓഫ് ഓർബിറ്റൽസ്: എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ ആൻഡ് എഫ് ഓർബിറ്റൽ. നമ്മൾ കുറച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ് അത് കിട്ടി. ഇനി ഓർബിറ്റ് ആർ സർക്കുലർ ഇൻ ഷേപ്പാണ്, സർക്കുലർ ഷേപ്പ് എന്നാണ് പറയുന്നത്. ബട്ട് ഓർബിറ്റൽസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ്. ഓർബിറ്റൽ കുറേ ഷേപ്പിലുണ്ട്. നമുക്ക് കുറച്ച് ഇതായി ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് പാർട്ടാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്തെല്ലാം ഷേപ്പ് ഉണ്ടെന്ന്. ഓക്കെ, ദെൻ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റ് ഈസ് 2n². നമ്മൾ പഠിച്ചിട്ടുണ്ട് 2n². അവിടെ n റെപ്രസെൻസ് എന്ത്? നമ്പർ ഓഫ് ഷെൽസ്. Then maximum number of electrons in an orbital is how much? 2. Then orbit represents ഏത് മോഷൻ അറിയാം? 2-dimensional മോഷൻ അല്ലെങ്കിൽ പ്ലാനാർ മോഷൻ. അത് റൊട്ടേഷണൽ മോഷൻ, പ്ലാനാർ മോഷൻ കാണിക്കും. ദെൻ ഓർബിറ്റൽ റെപ്രസെൻസ് ഏത് മോഷൻ? 3-dimensional മോഷൻ. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് പറയേണ്ടത് ഓർബിറ്റ് മീൻസ് ദ ഫിക്സഡ് പാത്ത് ഓഫ് എൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ഓർബിറ്റ്. Then the space around the nucleus where there is a maximum probability for finding an electron is called orbital. Okay, ഇത്രയും പോയിൻറ്റ്സ് ഇതിൽ ക്ലിയർ ചെയ്ത് പറയാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ചാപ്റ്ററിൽ, ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളത്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ്, നമ്മൾ എന്താ അഡ്രസ്സ് എന്നുള്ളത്, ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ശരിക്കും വേറെ ടൈമിൽ പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ തൊട്ട് അടുത്തതിന് ശേഷം നമ്മൾ പഠിക്കുന്നുണ്ട്. അറ്റോമിക് ഓർബിറ്റൽസ് ആർ പ്രിസൈസ്ലി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ വാട്ട് ഈസ് നോൺ ആസ് ക്വാണ്ടം നമ്പേഴ്സ്. ദെൻ ഈച്ച് ഓർബിറ്റൽ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 3 ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് 3 അല്ല, ഒരു 4ാമത്തെ ഒരു ക്വാണ്ടം നമ്പേഴ്സും കൂടെ നമ്മളിവിടെ പഠിച്ചു നോക്കുക. ഓക്കെ, ദെൻ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുക: ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസ് ടു റെപ്രസെൻറ്റ് എനർജി, size, shape and orientation of an electron in an orbital. What is quantum numbers? The set of numbers used to represent energy, size, shape and orientation of an electron in an orbital. Then the 4 types of quantum numbers are principal quantum number, azimuthal quantum number, magnetic quantum number and spin quantum number. അതായത് ഞാനിവിടെ നേരത്തെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞത് ഈച്ച് ഓർബിറ്റൽ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 3 ക്വാണ്ടം നമ്പേഴ്സ് റെപ്രസെൻറ്റ് ബൈ എൻ, എൽ ആൻഡ് എം എന്ന് പറഞ്ഞു. ബാക്കി എസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ എസ്, വാട്ട് ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വാണ്ടം നമ്പേഴ്സോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഇത്ര മാത്രം പഠിച്ചു നോക്കുക. ഈ സെക്ഷനിൽ വാട്ട് ആർ ക്വാണ്ടം നമ്പേഴ്സ്, ദെൻ വാട്ട് ആർ ദി 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്, ദെൻ വാട്ട് ആർ ക്വാണ്ടം നമ്പേഴ്സ്, ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസ് ടു റെപ്രസെൻറ്റ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക്, എനർജി, സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റൽ. ദെൻ ദി 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇനി നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഇതിൽ ഏതെല്ലാം ക്വാണ്ടം നമ്പേഴ്സാണ് എനർജി, സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വാണ്ടം നമ്പേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ represented by the letter n. Then this principal quantum number is used to represent energy and size. But how can you calculate energy? Then energy can be calculated by using the equation En equal to -1312 into Z square by n square kilojoule per mole. Z represents atomic number and n represents number of shells. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ E1. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് E1? ഏതെങ്കിലും എലമെൻ്റ് ആവട്ടെ, ആറ്റാവട്ടെ, നോ പ്രോബ്ലം. E1 ഈസ് ഈക്വൽ ടു -1312 ഇൻറ്റു Z സ്ക്വയർ ബൈ 1 സ്ക്വയർ, ഫസ്റ്റ് ഷെല്ലുള്ള എനർജി. ഓക്കെ, ഷെൽസ് ആർ കോൾഡ് എനർജി ലെവൽസ്. ഓക്കെ, ദെൻ അപ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് ഫസ്റ്റ് represents energy, then energy can be calculated by using the equation കിട്ടിക്കഴിഞ്ഞു.
ഇനി നെക്സ്റ്റ് ഇറ്റ് റെപ്രസെൻറ്റ്സ് സൈസ്. സൈസ് മീൻസ് അറ്റോമിക് സൈസ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് വാട്ട് ഈസ് അറ്റോമിക് സൈസ് എന്നുള്ളത്. അറ്റോമിക് സൈസ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഓൺ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ ആറ്റം ആൻഡ് ദി ന്യൂക്ലിയസ്. So this is simply known as radius. Then how can you calculate a radius? Radius of an orbit Rn is equal to, equation നോക്കുക നിങ്ങൾ, 0.529 into n square by z Armstrong. ഓക്കെ, അപ്പോൾ അതാണ് അറ്റോമിക് സൈസ്. വാട്ട് ഈസ് അറ്റോമിക് സൈസ്? Atomic size is the distance between electrons present on the outermost shell of an atom and the nucleus. Next, ഞാൻ ഒരു ആറ്റം വരച്ചിട്ടുണ്ട്. അതിൽ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളവിടെ നോക്കിയാൽ മനസ്സിലാവും. ഫോർ എൻ ഈസ് ഇക്വൾ ടു 1 ഇറ്റ് റെപ്രസെൻറ്റ്സ് കെ ഷെൽ, എൻ ഈസ് ഇക്വൾ ടു 2 എൽ ഷെൽ, എൻ ഈസ് ഇക്വൾ ടു 3 എം ഷെൽ, എൻ ഈസ് ഇക്വൾ ടു 4 എൻ ഷെൽ. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ എൻ തന്നെയാണ് നമ്മളുടെ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഷെല്ല് തന്നെയാണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് സെക്കൻഡ് ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ബൈ എൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, പറഞ്ഞു അസിമുത്തൽ ക്വാണ്ടം നമ്പർ എഴുതിയിട്ടുണ്ട്. അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വേറെ പേര് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഓക്കെ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ. ദെൻ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഞാൻ നേരത്തെ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്യുന്നത്. ഓർബിറ്റൽസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ്. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ എസ് പി ഡി എഫ്, എഫ് ഇല്ല, ലാസ്റ്റ് എസ് പി ഡിൻ്റെ ഷേപ്പ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ എന്ന് നിങ്ങളവിടെ ക്ലിയർ ചെയ്യണം. ശരിക്കും ശ്രദ്ധിക്കണം പറയുന്ന പോയിൻറ്റ്. ദ വാല്യൂ ഓഫ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാരീസ് ഫ്രം 0 to n-1. എൻ റെപ്രസെൻറ്റ്സ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നിങ്ങളവിടെ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. CBSE കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കണം, കൺഫ്യൂഷനുള്ള സെക്ഷനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ ഫോർ എൻ ഈസ് ഇക്വൾ ടു 1 ദെൻ എൽ ഈസ് ഇക്വൾ ടു 0. എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ നിങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് n-1, ദാറ്റ് ഈസ് 1 - 1 0. ഇറ്റ് റെപ്രസെൻറ്റ്സ് എസ് ഓർബിറ്റൽ. ദെൻ n ഈസ് ഇക്വൾ ടു 2, എൽ ഈസ് ഇക്വൾ ടു, നിങ്ങളവിടെ എന്നിന് 2 എന്നുള്ള വാല്യൂ അല്ല, 2 - 1 1 എന്നല്ല എഴുതേണ്ടത്, പകരം എൽ ഈസ് ഇക്വൾ ടു n ഈസ് ഇക്വൾ ടു 2 ആകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 1. ഇറ്റ് റെപ്രസെൻറ്റ്സ് എസ് ആൻഡ് പി ഓർബിറ്റൽ. ഓക്കെ, ദെൻ n ഈസ് ഇക്വൾ ടു 3 ആകുമ്പോൾ എൽ ഈസ് ഇക്വൾ ടു 0 1 2. ഇറ്റ് റെപ്രസെൻറ്റ്സ് എസ് പി ഡി ഓർബിറ്റൽ. ദെൻ n ഈസ് ഇക്വൾ ടു 4, എൽ ഈസ് ഇക്വൾ ടു 0 1 2 3. ദെൻ എസ് പി ഡി ആൻഡ് എഫ് ഓർബിറ്റൽ. നിങ്ങൾ ലാസ്റ്റ് n ഈസ് ഇക്വൾ ടു 4ലേക്ക് എടുത്തു കഴിഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുമ്പോഴേ ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നൊരു പോയിൻറ്റ് ആ റൈറ്റ് സൈഡ് നോക്കിയാൽ ഫോർ എൽ ഈസ് ഇക്വൾ ടു 0, എൽ 0 ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എസ് ഓർബിറ്റൽ. ഒരു പുതിയ ടേമാണ് എസ് ഓർബിറ്റൽ, CBSE കുട്ടികൾക്ക് പറഞ്ഞു. ദെൻ എൽ ഈസ് ഇക്വൾ ടു 1 ആണെങ്കിൽ ദിസ് ഇസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് പി ഓർബിറ്റൽ. ദെൻ എൽ ഈസ് ഇക്വൾ ടു 2 ആണെങ്കിൽ ഡി ഓർബിറ്റൽ. എൽ ഈസ് ഇക്വൾ ടു 3 ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എഫ് ഓർബിറ്റൽ. സോ for s orbital L is equal to 0, then for p orbital L is equal to 1, then for d orbital L is equal to 2, then for f orbital L is equal to 3. Then there are 4 orbitals. ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എസ് പി ഡി ആൻഡ് എഫ്. അവിടെ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഷാർപ്പ്, പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെൻ്റൽ. ഓക്കെ, അപ്പോൾ ഇത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, എന്തെങ്കിലും വേണ്ടാതെ 4 ഓർബിറ്റൽസ് എസ് പി ഡി ആൻഡ് എഫ്, അതിലുള്ള അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂ ക്ലിയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ദിസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റൽ. ദെൻ ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാരീസ് ഫ്രം -L to +L ഇൻക്ലൂഡിങ് 0. നെഗറ്റീവ് L മുതൽ പോസിറ്റീവ് L വരെ, എന്തുൾപ്പെടെ 0 ഉൾപ്പെടെ. അപ്പോൾ നിങ്ങളവിടെ നോക്ക്, എല്ലിൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ ഇറ്റ് ദെൻ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് ഓർബിറ്റിലാണ്. ദെൻ ദ വാല്യൂ ഓഫ് എം ഈസ് ഇക്വൾ ടു 0. ദെൻ എൽ ഈസ് ഇക്വൾ ടു 1 ആകുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ -1 0 +1 റെപ്രസെൻറ്റ്സ് പി ഓർബിറ്റൽ. ദെൻ എൽ ഈസ് ഇക്വൾ ടു 2 ആകുമ്പോൾ എം ഈസ് ഇക്വൾ ടു -2 -1 0 +1 +2 ഡി ഓർബിറ്റൽ. ദെൻ എൽ ഈസ് ഇക്വൾ ടു 3 ആകുമ്പോൾ എം ഈസ് ഇക്വൾ ടു -3 -2 -1 0 +1 +2 +3 എഫ് ഓർബിറ്റൽ. Then how can you calculate number of orbitals? Something simple. Number of orbitals equal to number of values in magnetic quantum number. That is equal to 2l plus 1. നിങ്ങൾ അവിടെ നോക്ക്, ഇപ്പോൾ എൽ ഈസ് ഇക്വൾ ടു 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എമ്മിന് എത്ര വാല്യൂസാണ് ഉള്ളത്? 0 എന്നുള്ള 1 വാല്യൂ, ഒറ്റൊരു വാല്യൂ. സോ ദർ ആർ 1 എസ് ഓർബിറ്റൽ. ഓക്കെ, ദെൻ എന്നിന് 1 വരുമ്പോൾ എമ്മിന് 3 വാല്യൂസ് ഉണ്ട്, -1 0 +1. അപ്പം ദർ ആർ 3 പി ഓർബിറ്റൽസ്. ദെൻ എൽ ഈസ് കൂടെ ഇത് നമ്മളുടെ 2 എന്ന് വരുന്ന സമയത്ത് എമ്മിന് 5 വാല്യൂസ് ഉണ്ട്. സോ ദർ ആർ 5 ഡി ഓർബിറ്റൽസ്. ദെൻ എൽ ഈസ് കൂടെ 3
വരുമ്പോൾ എമ്മിന് 7 വാല്യൂസ് ഉണ്ട്. -3, -2, -1, 0, +1, +2, +3 എന്നുള്ള 7 വാല്യൂസ് ഉണ്ട്. സോ ദർ ആർ എന്തത് 7 എഫ് ഓർബിറ്റൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ സംഭവം കൂടിയുണ്ട്. നമ്മളുടെ ഇക്വേഷനിൽ 2l + 1 നിങ്ങൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. 2l + 1ൽ 2 × 0 + 1 എത്ര 1. സോ എസ് ഓർബിറ്റൽ 1. അപ്പോൾ നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലെ കോളം നോക്ക് കറക്റ്റായിട്ട്. എത്ര എസ് ഓർബിറ്റൽ? 1 എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ 3, ഡി ഓർബിറ്റൽ 5, എഫ് ഓർബിറ്റൽ 7. ഓക്കെ, ലാസ്റ്റ് ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ. വാട്ട് ഈസ് സ്പിൻ? സ്പിൻ മീൻസ് റൊട്ടേഷൻ. അപ്പോൾ ഏതിൻ്റെ റൊട്ടേഷൻ? ഇലക്ട്രോണിൻ്റെ റൊട്ടേഷൻ. നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ ഇസ് 2. ഞാൻ അതിൽ വരച്ചിരിക്കുന്ന റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന നോക്കൊരു ചെറിയൊരു ബോക്സിൽ 2 ഇലക്ട്രോൺസ്. ഫസ്റ്റ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സെക്കൻഡ് ഇലക്ട്രോൺ റൊട്ടേറ്റ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദ റൊട്ടേഷൻ ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ represented by the spin quantum number value s equal to +1/2. The second electron is in anti-clockwise direction, so it is denoted by -1/2. That means the two values of spin quantum numbers are +1/2 and -1/2. Okay, clear? But what are the 4 types of quantum numbers? Principal quantum number, azimuthal quantum number, magnetic quantum number and spin quantum number. ഇതെല്ലാം വെച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ക്വസ്റ്റ്യൻ വരും, കറക്റ്റ് സെറ്റ്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓർത്ത് നോക്കേണ്ടത് അതായത് പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്തെല്ലാം അറിയാം. ദ വാല്യൂ ഓഫ് എൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എൽ. എന്നിൻ്റെ വാല്യൂ എപ്പോഴും എല്ലിനേക്കാളും കൂടുതലാണ്. ഓക്കെ, പിന്നെ എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് എൽ ഈസ് ഇക്വൽ ടു 0 ആകുമ്പോൾ എം ഈസ് ഇക്വൽ ടു 0 എസ് ഓർബിറ്റൽ. ദെൻ എൽ ഈസ് ഇക്വൽ ടു 1, എം ഈസ് ഇക്വൽ ടു -1, 0, +1 പി ഓർബിറ്റൽ. Then L is equal to 2 ആകുമ്പോൾ M is equal to -2, -1, 0, +1, +2 d orbital. Then L is equal to 3 ആകുമ്പോൾ M is equal to -3, -2, -1, 0, +1, +2, +3 f orbital. അപ്പോൾ ഇത്ര വാല്യൂസ് ഉണ്ടാകുന്ന പറയുന്നത് ആ ബോക്സിനകത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണത് ഇത്ര വാല്യൂസ് ഉണ്ടാവും. പിന്നെ എസിൻ്റെ വാല്യൂ ഓൾവേസ് +1/2 ആൻഡ് -1/2. ഈ പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്ന ഞാൻ സെക്ഷനിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഈ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏതെല്ലാം ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് ശരിക്കും ഒന്ന് പഠിച്ചു നോക്കണം. ക്ലിയർ? ഓക്കെ, ആ പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്ന സെക്ഷൻ നോക്കിയിട്ട് നമ്മൾ മുന്നിലെടുത്തിട്ട് നമ്മൾ നോക്കുന്ന സെറ്റ് കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ n ഈസ് ഇക്വൽ ടു 2, L ഈസ് ഇക്വൽ ടു 1, M ഈസ് ഇക്വൽ ടു -2, S ഈസ് ഇക്വൽ ടു +1/2. ഈ സെക്ഷൻ നോക്കുമ്പോൾ അത് ആ സെറ്റ് റോങ് ആണെന്ന് മനസ്സിലാവും. ബിക്കോസ് എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എമ്മിന് ഒരിക്കലും -1/2 എന്നൊരു വാല്യൂ വരുമോ? ഇല്ല. സോ ദിസ് സെറ്റ് ഈസ് റോങ്. എൽ ഈസ് ഇക്വൽ ടു 1 ആണെങ്കിൽ അതിൽ എമ്മിന് വരേണ്ട വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടു, -1, 0, +1. ഓക്കെ, നെക്സ്റ്റ് n ഈസ് ഇക്വൽ ടു 3 വരുമ്പോൾ L ഈസ് ഇക്വൽ ടു 3, ദെൻ M ഈസ് ഇക്വൽ ടു -3, S ഈസ് ഇക്വൽ ടു +1/2 എന്നുള്ള സെക്കൻഡ് സെറ്റ്. ആ സെറ്റും തെറ്റാണ്. ബിക്കോസ് n ഈസ് ഇക്വൽ ടു 3, L ഈസ് ഇക്വൽ ടു 3 ഒരിക്കലും വരില്ല. ബിക്കോസ് ദ വാല്യൂ ഓഫ് n ഈസ് നോട്ട് ഈക്വൽ ടു L. എന്നിൻ്റെ വാല്യൂ എല്ലിന് ഈക്വൽ അല്ല, ആണോ? അല്ല, എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഓൾവേസ് ഗ്രേറ്റർ ദാൻ L. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്ക്. n ഈസ് ഇക്വൽ ടു 4, ദെൻ L ഈസ് ഇക്വൽ ടു 3, ദെൻ M ഈസ് ഇക്വൽ ടു -3, S ഈസ് ഇക്വൽ ടു 0. അപ്പോൾ ആ സെറ്റും റോങ് ആണ്. വൈ? ബിക്കോസ് ബാക്കിയെല്ലാം ശരിയാണ്. n ഈസ് ഇക്വൽ ടു 4 ശരിയാണ്, L 3 കറക്റ്റായിട്ട് വരും, M -3 വരും. പക്ഷേങ്കിൽ ദ വാല്യൂ ഓഫ് എസിൻ്റെ വാല്യൂ എന്നുള്ളത് 0 അല്ല, ദാറ്റ് ഈസ് +1/2 ആൻഡ് -1/2. സോ ദിസ് സെറ്റ് ഈസ് ഓൾസോ റോങ്. നെക്സ്റ്റ് n ഈസ് ഇക്വൽ ടു 2, ഫോർത്ത് വൺ, n ഈസ് ഇക്വൽ ടു 2, L ഈസ് ഇക്വൽ ടു 3, ദെൻ M ഈസ് ഇക്വൽ ടു -3, S ഈസ് ഇക്വൽ ടു +1/2. ആ സെറ്റും തെറ്റാണ്. ബിക്കോസ് എന്നിൻ്റെ വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ L. ഓക്കെ, അപ്പോൾ അതും തെറ്റാണ്. അടുത്ത നിങ്ങൾ നോക്ക്. n ഈസ് ഇക്വൽ ടു 2 ശരിക്കും നോക്കണം. ഞാനത് എഴുതി കറക്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. n ഈസ് ഇക്വൽ ടു 2 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. n ഈസ് ഇക്വൽ ടു 2, ദെൻ നെക്സ്റ്റ് L ഈസ് ഇക്വൽ ടു 1, ദെൻ M ഈസ് ഇക്വൽ ടു -1, S ഈസ് ഇക്വൽ ടു +1/2. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാണ്. എന്നിൻ്റെ വാല്യൂ എല്ലാം കൂടുതലാണ്, കറക്റ്റ്. ദെൻ L 1 ആകുമ്പോൾ എമ്മിന് -1 വാല്യൂ വരും, എസിന് +1/2. സോ ദിസ് ഇസ് കറക്റ്റ്. ഇനി നിങ്ങൾ നെക്സ്റ്റ് നോക്ക്. ഞാൻ അവിടെ ബോക്സിൽ എഴുതി വെച്ചിരിക്കുന്ന താഴെ 3D എടുത്തു, 3D ഓർബിറ്റൽ. അപ്പോൾ വാട്ട് ആർ ദി വാല്യൂസ് ഓഫ് n ആൻഡ് L? ഇപ്പോൾ 3D ഓർബിറ്റലാകുമ്പോൾ ആ D ഓർബിറ്റലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ എടുക്കുക, അതാണ് n. സോ n 3. ദെൻ 4D ഓർബിറ്റൽ L ഈസ് ഈക്വൽ ടു 2, കറക്റ്റ്. ദെൻ 4P ഓർബിറ്റൽ എടുത്താൽ ഇഫ് യു കൺസിഡർ 4P ഓർബിറ്റൽ, ദ വാല്യൂ ഓഫ്
n is equal to 4. Pൻ്റെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ അല്ലേ n is equal to 4. Then L is equal to 1 because for p orbital L is equal to 1. Okay. Next, ഞാൻ നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ തരുന്നു. n-ൻ്റെ വാല്യൂ 5, L-ൻ്റെ വാല്യൂ 3. So it represents 5f orbital. Correct? Is it correct? Yes. n5 for f orbital, L is equal to 3. So this is 5f orbital. Okay. Then n6, L0. It represents 6s orbital. 6s orbital. Okay. ഒന്ന് ക്ലിയർ ചെയ്യുക. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് അധികം ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കുട്ടികളോട് പഠിച്ചിരിക്കുന്ന കുട്ടികളോട് പറയുന്നത് 3D 4P അതുപോലെ 5F 6S എന്നുള്ളത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഓക്കെ. ആ 3D എന്ന് പറഞ്ഞാൽ തേർഡ് ഷെല്ലിൻ്റെ തേർഡ് ഓർബിറ്റിൻ്റെ സബ് ഷെല്ലാണ് ഓർബിറ്റലാണ് 3D. ഓക്കെ, അങ്ങനെ ഓർത്ത് നോക്കുക. ഫോർത്ത് ഷെല്ലിന് ഒരു സബ് ഷെല്ലുണ്ട്, അല്ലെങ്കിൽ ഫോർത്ത് ഓർബിറ്റിന് ഒരു ഓർബിറ്റലുണ്ട്. ദിസ് ഈസ് 4P. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്ത് നോക്കുക. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറേ പഠിക്കാനുണ്ട്. അതിൽ 1S 2S 2P 3S 3P 4S 3D 4D 4P 5F 7F എന്നുള്ള കുറേ ഓർബിറ്റൽസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഷെല്ലിൻ്റെ സബ് ഷെല്ല് ഓർബിറ്റിൻ്റെ ഓർബിറ്റൽ. ഓക്കെ, അതൊന്ന് ക്ലിയർ ആണ്. CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്ന പോയിൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. അതിൽ ഫസ്റ്റ് നമുക്ക് ഹിയർ വി ഡിസ്കസ്ഡ് ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ. ഓക്കെ, നമ്മൾക്കറിയാം ഫോർ എസ് ഓർബിറ്റൽ L is equal to 0, hence M is equal to 0. L-ൻ്റെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് M-ൻ്റെ വാല്യൂ 0. Then how many number of values are present in magnetic quantum number? 1. That means 0 എന്നുള്ള ഒരു വാല്യൂ. So how many number of s orbitals? 1 s orbitals. Okay, there is only 1 s orbital. ഞാനവിടെ അതിൻ്റെ എസ് ഓർബിറ്റിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്, സ്പെരിക്കൽ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ആക്സസ് 3 ആക്സസ് കാണിച്ചിട്ടുണ്ട്, എക്സ് വൈ ആൻഡ് സെഡ്, ബിക്കോസ് ഓർബിറ്റൽ റെപ്രസെൻറ്റ്സ് 3 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ 3 ഡയമെൻഷണൽ മോഷൻ വരുമ്പോൾ എക്സ് ആക്സ് ഉണ്ടാവും, വൈ ആക്സ് ഉണ്ടാവും, പിന്നെ അടുത്തൊരു പ്ലെയിനും കൂടി ഉണ്ടാവില്ലേ. ഏത് ആക്സസ്? സെഡ് എന്നുള്ള ഒരു തിക്നെസ്സും കൂടെ, ലെങ്ത് ബ്രെഡ്ത്ത് തിക്നെസ് എന്നെല്ലാം പറയുന്ന പോലെ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഞാനതിൽ 1s ഓർബിറ്റിൽ വരച്ചു, 2s ഓർബിറ്റിൽ വരച്ചിട്ടുണ്ട്. ആ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോണിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2s ഓർബിറ്റിൽ എടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒഴികെ അതിൻ്റെ സെൻറ്ററിൽ അവിടെ ഇലക്ട്രോൺ ഇല്ല. സോ the region in which there is no electron is present, this is called a node. That means 0 electron probability region. ഇനി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പോയിന്റ് പറഞ്ഞാൽ ഇതാണ്. ഈ 1s-ഉം 2s-ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് ദി എനർജി ആൻഡ് സൈസ് ഓഫ് 2s ഓർബിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 1s ഓർബിറ്റൽ. ഇപ്പം നിങ്ങൾക്ക് വേറെ ഡൗട്ട് വരാണ്ട്, ദർ ഈസ് ഓൺലി 1s ഓർബിറ്റൽ എന്ന് പറഞ്ഞു. അതെന്താ ആ ഒരു ഡൗട്ടാണത്, ഒരു എസ് ഓർബിറ്റൽ മാത്രമല്ലേ. ക്ലിയർ ചെയ്യുക. ഫസ്റ്റ് ഷെല്ലിൻ്റെ ഒരു സബ് ഷെല്ലാണ് 1s, എസ് അത് റെപ്രസെൻറ്റ് ബൈ 1s. ഇനി സെക്കൻഡ് ഷെല്ലിന് ഒരു എസ് ഓർബിറ്റൽ ഉണ്ടാവും, അതേതാണ് 2s. അതേപോലെ തേർഡ് ഷെല്ലിന് വേറെ എസ് ഓർബിറ്റൽ ഉണ്ടാവും, അത് 3s. ദാറ്റ് മീൻസ് ദർ ഈസ് ഓൺലി 1s ഓർബിറ്റൽ. ഓക്കെ, ക്ലിയർ. സെക്കൻഡ് വൺ പി ഓർബിറ്റൽ. ദെൻ നിങ്ങൾ പറഞ്ഞ പി ഓർബിറ്റലിൻ്റെ കേസിലെ പോയിന്റ് ഫോർ പി ഓർബിറ്റൽ L is equal to 1. Then hence M is equal to -1 0 +1. So there are 3 p orbitals. Then how can you say that the 3 p orbitals are 3 p orbitals nalladu? Somewhat simple. How many number of values are present in magnetic quantum number? 3 values, -1 0 +1. Then these 3 p orbitals are px, py and pz. px, py and pz are arranged in x axis, y axis and z axis respectively. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. ഡംബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡംബൽ ഷേപ്പ് എന്നുള്ളത്. നിങ്ങളൊന്നും വേണ്ട, 2 ബലൂൺ എടുക്കുക, എന്നിട്ട് ഊതി ഉറപ്പിക്കുക. എന്നിട്ട് അതിൽ ഊതുന്ന എയറാണ് നമ്മളുടെ ഇലക്ട്രോൺ വിചാരിക്കുക. എന്നിട്ട് 2 ബലൂൺ എന്ത് ചെയ്യുക, അത് കെട്ടിയിടുക. കെട്ടിയിട്ട സ്ഥലത്ത് എന്തുണ്ടാവില്ല, ആ കെട്ടുന്ന സ്ഥലത്തല്ലേ, ടൈ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, എയർ ഉണ്ടാവില്ല. ദിസ് ഇസ് നോഡ്. ബാക്കിയുള്ള 2 സെക്ഷനാണ് ലോബ്. അപ്പോൾ 2 lobes ആർ സെപ്പറേറ്റഡ് ബൈ യൂസിങ് എ നോഡ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി ഞാൻ വരച്ചിരിക്കുന്നത് px, py ആൻഡ് pz. px എന്ന് പറയുമ്പോൾ ദീസ് ഡംബൽ ഷേപ്പ് ആർ അറേഞ്ച്ഡ് ഇൻ എക്സ് ആക്സിസ്. ആൻഡ് py എന്ന് പറയുമ്പോൾ ദീസ് ഡംബൽ ഷേപ്പ് ആർ അറേഞ്ച്ഡ് ഇൻ വൈ ആക്സിസ്.
ബി സെഡ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ആർ അറേഞ്ച്ഡ് ഇൻ സെഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഇതാണ്. ഫോർ പി ഓർബിറ്റൽ എൽ ഈസ് ഇക്വൽ ടു 1, ഹെൻസ് എം ഈസ് ഇക്വൽ ടു -1, 0, +1. So there are 3 p orbitals. They are px, py and pz are arranged in x-axis, y-axis and z-axis respectively. Then it is dumbbell in shape and it consists of 2 lobes. നോക്കിയാൽ മനസ്സിലാവും, ഞാൻ മുകളിൽ എഴുതിയിരുന്നു 2 lobes separated by using a node. ഇപ്പോൾ നോഡ് മീൻസ് 0 ഇലക്ട്രോൺ പ്രോബബിലിറ്റി റീജിയൻ. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഇതിൻ്റെ സ്ട്രക്ചറിലും വരയ്ക്കാൻ എക്സാമിന് വരാറുണ്ട്. പി എക്സ്, പി വൈ, പി സെഡ്. പി എക്സ് എന്ന് പറയുമ്പോൾ അറേഞ്ച്ഡ് ഇൻ എക്സ് ആക്സിസ്, പി വൈ ആർ അറേഞ്ച്ഡ് ഇൻ വൈ ആക്സിസ് ആൻഡ് പി സെഡ് ആർ അറേഞ്ച്ഡ് ഇൻ സെഡ് ആക്സിസ്. ഓക്കെ, ഇത് ക്ലിയർ. ഇൻ ഷേപ്പ് ഡംബൽ ഷേപ്പ്. ഓക്കെ, ഇത് ക്ലിയർ ചെയ്യണം, കറക്റ്റ് പോയിന്റ് ക്ലിയർ ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ, ഇത് വരച്ചിരിക്കുന്ന ഡയഗ്രം എല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് തേർഡ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഡി ഓർബിറ്റൽ. ദെൻ ഫോർ ഡി ഓർബിറ്റൽ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ പോയിന്റ്സ് റിമെമ്പർ എന്ന പോയിന്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഫോർ ഡി ഓർബിറ്റൽ എൽ ഈസ് ഇക്വൽ ടു 2, ഹെൻസ് എം ഈസ് ഇക്വൽ ടു -2, -1, 0, +1, +2. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി നമ്പർ ഓഫ് ഡി ഓർബിറ്റൽസ്? 5. Then it consists of 4 lobes. 4 lobes means shape is double dumbbell in shape, double dumbbell. Then 5 d orbitals are, നോക്ക് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, dxy, dyz, dxz, dx²y² ആൻഡ് dz². ഇനി നിങ്ങളവിടെ വരച്ചിരിക്കുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ ആക്സിസ് 2 ആക്സിസ് മാത്രമാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ dxy എന്ന് പറയുമ്പോൾ അവിടെ 2 lobes are in between, 4 lobes are not 2 lobes, 4 lobes are in between the axis x, y. Then yz, same diagram, similar to that of dxy, but axis is different. Then dxz, same figure, but its axis is different, that is x and z. Okay, അപ്പം dxy, dyz and dxz, same diagram, same picture, same diagram. Okay, but dx² y² വരക്കുന്ന സമയത്ത് this 2 lobes, 4 lobes, total 4 lobes are arranged along the axis. ഇതിലൂടെ ആക്സിസിലൂടെ തന്നെ വരക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് dz² വരക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ 2 lobes are along the സെഡ് ആക്സിസ്. 2 ലോബ് സെഡ് ആക്സിലുണ്ട്, ബാക്കി 2 ലോബ് എന്ത് ചെയ്യും? അത് കമ്പൈൻ ചെയ്തിട്ട് അവിടെ എക്സ് ആക്സിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അത് നോക്കണം. അപ്പോൾ ഡയഗ്രാം വരക്കുന്നതൊന്ന് ക്ലിയർ ചെയ്യണം, വരച്ചിരിക്കുന്ന കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പം ഹൗ മെനി നമ്പർ ഓഫ് ഡി ഓർബിറ്റൽസ്? 5 d orbitals. They are dxy, dyz, dxz, dx²y² and dz². ഒന്ന് ക്ലിയർ ചെയ്യണം, കറക്റ്റ് പറയുന്ന പോയിന്റ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇതാണ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. ഓക്കെ, ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. നെക്സ്റ്റ് ക്വാണ്ടം നമ്പേഴ്സ്. ദെൻ വാട്ട് ആർ ദി 4 ടൈപ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഉള്ളത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. ഏതെല്ലാം ഷേപ്പ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എസ് ഓർബിറ്റൽ. എസ് ഓർബിറ്റൽ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ഓക്കെ, എസ് ഓർബിറ്റൽ ഏതാണ്? സ്പെറിക്കൽ ഇൻ ഷേപ്പ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പി ഓർബിറ്റൽ. അല്ല, പി ഓർബിറ്റൽ പറയുമ്പോൾ ഡംബൽ ഇൻ ഷേപ്പ്, ഡംബലാണ് ഷേപ്പ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതാണ് ഓർബിറ്റൽ? ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റൽ എന്നുള്ളത് ഡബിൾ ഡംബൽ ഇൻ ഷേപ്പ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചിരിക്കുന്ന സെക്ഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ, ക്വാണ്ടം നമ്പേഴ്സ്, ദ നെക്സ്റ്റ് ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. ഇത്രയും സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. നെക്സ്റ്റ് ഇതിനോട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ്. ഓക്കെ, ക്ലിയർ.